ദൃശ്യം 3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ജോർജ് കുട്ടി ശരിക്കും പഴയ ജോർജ് കുട്ടിയായോ? എന്തുകൊണ്ടായിരിക്കും? ഏകദേശം 240 കോടിയിലധികം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു സിനിമയെ ആ ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും മോശം സിനിമ എന്ന് പലരും വിളിച്ചത് ബോക്സ് ഓഫീസിൽ കോടികളുടെ ഹിറ്റ്, പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഏറ്റവും വീക്ക്. ഇതെങ്ങനെ സാധ്യമാകും? ഞാൻ പറയുന്നത് ജിത്തു ജോസഫിനെയും ദൃശ്യം 3യെയും കുറിച്ചാണ്. കൺമുന്നിൽ എല്ലാ തെളിവുകളും വെച്ചിട്ടും നമ്മളെ ഓരോ തവണയും കബളിപ്പിക്കാൻ അറിയാവുന്ന ആ മാന്ത്രികൻ. വില കുറഞ്ഞ ജംപ് സ്കെയറുകളോ അനാവശ്യമായ വയലൻസോ ഇല്ലാതെ ഒരു സാധാരണ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ് നമ്മളെ സീറ്റിന്റെ അറ്റത്ത് മുൾമുനയിൽ ഇരുത്തിയ ആ ഡയറക്ടർ. പക്ഷേ കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ ഈ മാന്ത്രികന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകൾക്ക് ആ പഴയ ഗ്രിപ്പ് നഷ്ടപ്പെട്ടതുപോലെ. 2019 തകർന്ന് തരിപ്പണമായ ജിത്തു ജോസഫ് എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ജിത്തു ജോസഫ് മാജിക് ശരിക്കും അവസാനിച്ചോ, അതോ ഇത് അദ്ദേഹത്തിന്റെ കരിയറിൽ മുൻപും നമ്മൾ കണ്ടിട്ടുള്ള ആ പഴയ പാറ്റേൺ മാത്രമാണോ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എസന. ഇവിടെ നമ്മൾ ആരും അധികം സംസാരിച്ചിട്ടില്ലാത്ത സിനിമാ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജിത്തു ജോസഫ് എന്ന ബ്രില്യൻ ഫിലിം മേക്കറുടെ കരിയറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഡൗൺഫോളിന്റെ കാര്യങ്ങളെ കുറിച്ചുമാണ്. 240 കോടി കളക്ട് ചെയ്ത ദൃശ്യം 3 ഉള്ളപ്പോ നീ എങ്ങനെയാണ് ഡൗൺഫോൾ എന്ന് പറയുന്നത്? ഇതായിരിക്കും പലരും ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവുക. വീഡിയോ അവസാനത്തോടുകൂടി നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജിത്തു ജോസഫിന്റെ തുടക്കം തൊട്ട് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2007 സുരേഷ് ഗോപിയെ നായകനാക്കി ഒരുക്കിയ ഡിറ്റക്റ്റീവ് എന്ന സിനിമയിലൂടെയാണ് ജിത്തു ജോസഫ് സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് സുരേഷ് ഗോപി എന്ന നടൻ തുടർച്ചയായി മാസ് ആക്ഷൻ പോലീസ് വേഷങ്ങൾ ചെയ്തു തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. അവിടെ നിന്നാണ് പൂർണ്ണമായും ഒരു വ്യത്യസ്തനായ ശാന്തനായ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി സുരേഷ് ഗോപിയെ ജിത്തു ജോസഫ് അവതരിപ്പിച്ചത്. പൂർണ്ണമായും ലോജിക്കിനും ബുദ്ധിക്കും പ്രാധാന്യം നൽകി ഒരുക്കിയ ഈ ക്രൈം ത്രില്ലർ അക്കാലത്തെ മലയാള സിനിമയ്ക്ക് തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറി. അതിനുശേഷം ജിത്തു ജോസഫ് കാണിച്ചത് ഒരു അസാധാരണ കൺസിസ്റ്റൻസി ആയിരുന്നു. 2010 ഉർവശി കേന്ദ്ര കഥാപാത്രമായി എത്തിയ മമ്മി ആൻഡ് മീ വലിയ ഹിറ്റായി മാറി. അമ്മയും മകളും തമ്മിലുള്ള അമിതമായ അടുപ്പവും അവരുടെ പ്രശ്നങ്ങളും പ്രമേയമാക്കിയ ഒരു കുടുംബ ചിത്രമായിരുന്നു ഇത്. പിന്നീട് 2012 തിയേറ്ററുകളിൽ വലിയൊരു ചിരിപ്പൂരവുമായി ജിത്തു ജോസഫ് വീണ്ടും വന്നു. ദിലീപിന്റെ മൈ ബോസ് മലയാള സിനിമയിലെ കോമഡി ചിത്രങ്ങളിൽ ഒരു ബെഞ്ച് മാർക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സിനിമയാണിത്. റിലീസ് ചെയ്ത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ടിവിയിലോ യൂട്യൂബിലോ ഈ സിനിമ വന്നാൽ നമ്മൾ അറിയാതെ ഇരുന്ന് കണ്ടുപോയി ചിരിക്കും. ദിലീപ് മമത മോഹൻദാസ് കോംബോയുടെ ആ കൗണ്ടറുകൾ അത്രത്തോളം എവർഗ്രീൻ ആയിരുന്നു. ഈ അവസാനത്തെ 2 സിനിമകളും ഫാമിലി കോമഡി ജോണറിലായിരുന്നു എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് ജോണറും വളരെ രസകരമായി കൈകാര്യം ചെയ്യാൻ ധൈര്യമുള്ള ഒരു മികച്ച ഫിലിം മേക്കറായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് 2013 എന്ന വർഷം വരുന്നു. ജിത്തു ജോസഫിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വർഷം. ഒരേ വർഷം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച 2 ബെഞ്ച് മാർക്ക് ത്രില്ലറുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. ആദ്യം പൃഥ്വിരാജിന്റെ മെമ്മറീസ്. സാം അലക്സ് എന്ന മദ്യപാനിയായ പോലീസുകാരൻ. അതൊരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നില്ല. സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും കൺമുന്നിൽ നഷ്ടപ്പെട്ട നായകന്റെ ട്രോമയും അതിനിടയിൽ നടക്കുന്ന സീരിയൽ കൊലപാതകങ്ങളും വളരെ ഡാർക്കായ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ക്ലൈമാക്സിലെ ആ ട്വിസ്റ്റ് മലയാളികളെ ശരിക്കും ഞെട്ടിച്ചു. തൊട്ടു പിന്നാലെ ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചുകുലുക്കിയ ദൃശ്യം വന്നു. ഹൈ പ്രൊഫൈലായ ഒരു ക്രൈം ഇടുക്കിയിലെ ഒരു സാധാരണ കേബിൾ TV ഓപ്പറേറ്ററുടെ കുടുംബത്തിൽ പ്ലേസ് ചെയ്തു. സിനിമകൾ കണ്ട് മാത്രം അറിവുള്ള ഒരു സാധാരണക്കാരൻ പോലീസിനെ മുഴുവൻ വിഡ്ഢികളാക്കി നിർമ്മാണത്തിലിരിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ അടിയിൽ തന്നെ ആ ബോഡി കുഴിച്ചിട്ട ആ ഒരു സീൻ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സ്റ്റോറി ടെല്ലിംഗ്. മലയാള സിനിമയിൽ ആദ്യമായി 50 കോടി ക്ലബിൽ കയറുന്ന ചിത്രമായി മാറി ദൃശ്യം. ഇതിൽ ദൃശ്യമാണോ മെമ്മറീസ് ആണോ മികച്ചത് എന്നൊരു വലിയ ഫാൻ ഫൈറ്റ് തന്നെ സിനിമാ പ്രേമികൾക്കിടയിലുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഫേവറേറ്റ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. വ്യക്തിപരമായി എന്റെ ഫേവറേറ്റ് മെമ്മറീസ് ആണ്. 2015 ദൃശ്യത്തിന്റെ തമിഴ് റീമേക്ക് പാപനാശം കമലഹാസനെ വെച്ച് അദ്ദേഹം സ്വയം സംവിധാനം ചെയ്തു. അതും വലിയ ബ്ലോക്ക് ബസ്റ്ററായി. ഇനിയാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗം. ജിത്തു ജോസഫിന്റെ ഡൗൺഫാൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കരുതുന്നത് അത് കഴിഞ്ഞ 1-2 വർഷമായി തുടങ്ങിയതാണെന്നാണ്. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി പരിശോധിച്ചാൽ ആ കരിയറിലെ ആദ്യത്തെ വിള്ളൽ വീണത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ തൊട്ടു പിന്നാലെയാണ്. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് നോക്കാം. ദൃശ്യം ഇറങ്ങി 2 വർഷത്തിനുള്ളിൽ 2015 തന്നെ ജിത്തു ജോസഫ് ദിലീപിനെ നായകനാക്കി ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തു. നിരൂപകരുടെ അഭിപ്രായം സമ്മിശ്രമായിരുന്നു. കാരണം വളരെ
വളരെ സിമ്പിൾ ആണ്. ദൃശ്യത്തിന്റെ തൊട്ടു പിന്നാലെ വന്ന ഒരു ഫാമിലി ഡ്രാമയിൽ പ്രേക്ഷകർ വലിയൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. ജിത്തു ജോസഫ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ദൃശ്യം ഡയറക്ടർ എന്ന ലേബൽ ഒരു അനുഗ്രഹം മാത്രമല്ല, ഒരു വലിയ ഭാരം കൂടെയാണെന്ന്. ഒരു കോമഡി സിനിമ ചെയ്താൽ പോലും ആളുകൾ ചോദിക്കും, സാർ ഇതിൽ എന്തെങ്കിലും ഷോക്കിംഗ് ട്വിസ്റ്റ് ഉണ്ടോ എന്ന്. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. 2016 പൃഥ്വിരാജിന്റെ ഊഴം ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറി. 2018 പ്രണവ് മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രമായ ആദ്യ നല്ല അഭിപ്രായങ്ങളോടെ കൊമേഴ്ഷ്യൽ ഹിറ്റായി മാറി. പക്ഷെ 2019 എന്ന വർഷം ജിത്തു ജോസഫിന്റെ കരിയറിലെ ഏറ്റവും മോശം വർഷമായിരുന്നു എന്ന് പറയാം. 3 സിനിമകൾ, 3ഉം ഒന്നിനൊന്ന് മോശം. ആദ്യം മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൌഡി ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച കളക്ഷൻ കിട്ടാതെ ആ ചിത്രം ഫ്ലോപ്പായി. പിന്നാലെ ഇമ്രാൻ ഹാഷ്മിയെയും ഋഷി കപൂറിനെയും വെച്ച് ബോളിവുഡിലേക്ക് ഒരു അരങ്ങേറ്റം, ദ ബോഡി. സ്പാനിഷ് സിനിമയായ എൽ കുർപ്പോയുടെ റീമേക്ക് ആയിരുന്നു ഇത്. പക്ഷെ ദയനീയമായി ഈ ചിത്രം പരാജയപ്പെട്ടു. വലിയ രീതിയിൽ വിമർശനങ്ങൾ വന്നു. അതേ വർഷം തന്നെ കാർത്തികയും ജ്യോതികയും വെച്ച് തമിഴിൽ തമ്പി ചെയ്തു. അതും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. 3 ഭാഷകളിൽ 3 സിനിമകൾ, 3ഉം ഒരേ വർഷം, 3ഉം അണ്ടർ പെർഫോം ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ജിത്തു ജോസഫിന്റെ കരിയറിലെ ആദ്യത്തെ വലിയ അടി. പക്ഷെ ഇവിടെയാണ് കഥ രസകരമാവുന്നത്. ഈ വലിയ വീഴ്ചയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നത് ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ്. കോവിഡ് കാരണം തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്ന സമയം 2021 ആമസോൺ പ്രൈമിൽ ദൃശ്യം 2 നേരിട്ട് റിലീസ് ചെയ്യാൻ ജിത്തു ജോസഫും ആന്റണിയും തീരുമാനിക്കുന്നു. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു കൾട്ട് ക്ലാസിക്കായി മാറിയ ദൃശ്യത്തിന് ഒരു 2ാം ഭാഗം ഒരുക്കുക എന്നത് ആത്മഹത്യാപരമായ ഒരു വലിയ റിസ്ക് ആയിരുന്നു. പക്ഷെ ആ റിസ്ക് ഗംഭീരമായി വർക്കൗട്ടായി. ആദ്യ ഭാഗത്തെ വെല്ലുന്ന തിരക്കഥയായിരുന്നു ദൃശ്യം 2ന്റെ ഏറ്റവും വലിയ കരുത്ത്. സ്വന്തം ജീവിതം വെച്ച് ഒരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്ത് പോലീസിനെ കൊണ്ട് തന്നെ തന്റെ തിരക്കഥയ്ക്കനുസരിച്ച് അഭിനയിപ്പിച്ച ജോർജ് കുട്ടിയുടെ ആ ബുദ്ധി കണ്ടപ്പോ പ്രേക്ഷകർ ശരിക്കും അന്തം വിട്ടുപോയി. കോവിഡ് സമയം എല്ലാവരും OTTയിൽ സിനിമ കാണുന്ന ആ സമയത്ത് ദൃശ്യം 2 ഉണ്ടാക്കിയ ആ വലിയ സുനാമി മലയാള സിനിമയെ ലോകത്തിന് മുന്നിൽ എത്തിച്ചു. 2022 2 സിനിമകൾ വന്നു. മോഹൻലാലിനെ വെച്ചുള്ള 12th മാൻ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തു. സ്ക്രിപ്റ്റിലെ ചില പാളിച്ചകൾ കാരണം അത് ചെറിയ വിമർശനങ്ങൾ നേരിട്ടു. പക്ഷെ അതേ വർഷം അവസാനം ആസിഫ് അലിയെ വെച്ചുള്ള കൂമൻ വന്നു. ജിത്തു ജോസഫിന്റെ തിയേറ്ററിലേക്കുള്ള ശക്തമായ ഒരു തിരിച്ചുവരവായാണ് ഇത് വിലയിരുത്തപ്പെട്ടത്. മോഷണ സ്വഭാവമുള്ള ഗിരി എന്ന പോലീസുകാരന്റെ മാനസികാവസ്ഥയിലൂടെയാണ് ഇതിലെ കഥ മുന്നോട്ടു പോകുന്നത്. പകൽ മാന്യനായ ഒരു പോലീസുകാരനായും രാത്രിയിൽ വീടുകളിൽ കയറി മോഷ്ടിക്കുന്ന കള്ളനായും മാറുന്ന ഗിരിയുടെ ഡാർക്ക് ഷെയ്ഡുകൾ സിനിമയുടെ മൂഡ് തന്നെ മാറ്റിമറിച്ചു. പിന്നെ 2023 ഡിസംബറിൽ നേര് വന്നു ഒരു പക്ക കോർട്ട് റൂം ഡ്രാമ. അന്ധയായ ഒരു ശില്പിക്ക് വേണ്ടി പോരാടുന്ന അഭിഭാഷകനായിട്ടാണ് മോഹൻലാൽ ഇതിലെത്തിയത്. അനശ്വര രാജിന്റെ ഗംഭീര പ്രകടനവും കോടതിയിലെ വാദപ്രതിവാദങ്ങളും പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ സീറ്റിന്റെ അറ്റത്ത് പിടിച്ചിരുത്തി. 86 കോടിയുമായി അത് വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. ചുരുക്കി പറഞ്ഞാൽ 2023 അവസാനിപ്പിക്കുമ്പോൾ ഒരു തകർച്ചയ്ക്ക് ശേഷം ജിത്തു ജോസഫ് തന്റെ കരിയറിലെ ഏറ്റവും ഉയരത്തിലെത്തിയിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് ഒരിക്കലും താഴോട്ടുള്ള ഒരു നേർരേഖയല്ല. വലിയ വിജയങ്ങളും ചില പരാജയങ്ങളും മാറി മാറി വരുന്ന ഒരു സൈക്കിളാണിത്. എന്നാൽ 2024 മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കാലയളവ് വരെയുള്ള ഗ്രാഫ് ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. മുൻപൊക്കെ 1-2 സിനിമകൾ പരാജയപ്പെട്ടാൽ അതിലും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുമായി അദ്ദേഹം അതിശക്തമായി തിരിച്ചു വരുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന്റെ സിനിമയുടെ ഗ്രാഫ് തുടർച്ചയായി താഴോട്ട് തന്നെയാണ് പോകുന്നത്. തിരക്കഥയിലെ ആ പഴയ ഗ്രിപ്പും പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ആ ഒരു ബുദ്ധിയും എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ. ആവർത്തന വിരസമായ മേക്കിങ്ങും ഫോഴ്സ്ഡ് ആയി കുത്തിത്തിരികിയ ടെസ്റ്റുകളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 ബേസിൽ ജോസഫിനെ വെച്ച് നുണക്കുഴി വന്നു. ഒരു ക്രൈം കോമഡി സിനിമ. അതൊരു ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത്. നേരിന്റെ ഉയരവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു സ്റ്റെപ്പ് ഡൗൺ തന്നെയായിരുന്നു. പിന്നെ 2025 സെപ്റ്റംബറിൽ മിറാഷ് വന്നു. ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തിയ ഒരു ക്രൈം ത്രില്ലർ. നിരൂപകരും ഇതിനെ പൂർണ്ണമായും കൈവിട്ടു. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം മറ്റൊന്നായിരുന്നു. സിനിമ പരാജയപ്പെട്ടതിന് ശേഷം മറ്റാരെയും പഴിചാരാതെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജിത്തു ജോസഫ് തന്നെ ഏറ്റെടുത്തു. ബോളിവുഡിനു വേണ്ടി 5 വർഷം മുൻപേ എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു അതെന്നും നിർമ്മാതാക്കൾ നേരത്തെ തന്നെ അഡ്വാൻസ് നൽകിയതുകൊണ്ട് വലിയൊരു പ്രഷറിലാണ് ആ സിനിമ ചെയ്തതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ കാലഹരണപ്പെട്ട സ്ക്രിപ്റ്റ് ആയിരുന്നു ആ സിനിമയുടെ പരാജയത്തിന് കാരണം. ഈ പരാജയത്തിന് ശേഷം അധികം വൈകാതെ ഈ വർഷം, അതായത് 2026 ജനുവരിയിൽ ബിജു മെനോനും ജോജു ജോർജും ഒന്നിച്ച വലതുവശത്തെ കള്ളൻ റിലീസായി. അതും ഒരു ഫ്ലോപ്പായി മാറി. ഫോഴ്സ്ഡ് ട്വിസ്റ്റുകളായിരുന്നു ഇതിലെ വലിയ പ്രശ്നം. ഈ 2 പരാജയങ്ങൾക്ക് ശേഷം 2026 മെയ് മാസത്തിൽ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടിറക്കി. നമ്മളൊക്കെ അക്ഷമരായി കാത്തിരുന്ന ദൃശ്യം 3. ബിഗ് ബഡ്ജറ്റിൽ വന്ന ഈ ചിത്രം വേൾഡ് വൈഡായി വാരിയത് 240 കോടിയാണ്. ദൃശ്യം എന്ന ഫ്രാഞ്ചൈസിക്ക് ആളുകൾക്കിടയിലുള്ള പവർ എത്രത്തോളം ഉണ്ടെന്ന് ഇത് തെളിയിച്ചു. ബോക്സ് ഓഫീസിൽ ഇതൊരു ഹിറ്റായി മാറി എന്നത് സത്യമാണ്. പക്ഷെ ഒരു സിനിമ എന്ന നിലയിൽ ദൃശ്യം 3
ത്രീ നമുക്ക് തന്നത് വലിയൊരു നിരാശയാണ്. ആദ്യ 2 ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വാഭാവികത ഇതിലെവിടെയും കണ്ടിരുന്നില്ല. ജോർജ് കുട്ടിയെ വീണ്ടും എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് വളരെ ഫോഴ്സ്ഡ് ആയി എഴുതി ചേർത്തതുപോലെയാണ് ഈ സ്ക്രിപ്റ്റിൽ ഫീൽ ചെയ്തത്. മോഹൻലാലിന്റെ പെർഫോമൻസ് മികച്ചതായിരുന്നെങ്കിലും എഴുത്തിലെ പോരായ്മകൾ സിനിമയെ ബാധിച്ചു. ദൃശ്യം 3 ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ദുർബലമായ സ്ക്രിപ്റ്റായി ഇത് മാറി. പലരും ഈ സിനിമ ആവശ്യമില്ലായിരുന്നു എന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ചുരുക്കി പറഞ്ഞാൽ നേരി എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം അവസാനത്തെ 4 സിനിമകൾ എടുത്താൽ ഒന്ന് ശരാശരി, 2 വലിയ പരാജയം, അവസാനത്തേത് ബോക്സ് ഓഫീസിൽ ഹിറ്റായെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ദുർബലം. ഇതാണ് ജിത്തു ജോസഫ് എന്ന മാസ്റ്റർ ബ്രെയിനിന് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കറന്റ് ഡൗൺഫോൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ജിത്തു ജോസഫ് തന്നെ പല അഭിമുഖങ്ങളിലും സൂചന നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തന്റെ സിനിമകൾക്ക് പ്രത്യേകിച്ച് ഫിക്സ്ഡ് ആയ ഒരു ഫോർമുല ഇല്ലെന്നും വളരെ ഓർഗാനിക് ആയാണ് താൻ ഓരോ കഥയും സമീപിക്കുന്നത് എന്നുമാണ്. ദൃശ്യത്തിനും മെമ്മറീസിനും ശേഷം പ്രേക്ഷകർ തനിക്ക് ചാർത്തി തന്ന ത്രില്ലർ ഡയറക്ടർ എന്ന ലേബൽ വലിയൊരു ഭാരമായി മാറിയെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നുണ്ട്. ആ ലേബലിൽ നിന്ന് മാറി മറ്റൊരു ജനർ സിനിമ ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം പ്രേക്ഷകർ അതിലില്ലാത്ത ടെസ്റ്റുകൾ തിരയുകയും അത് കിട്ടാതെ വരുമ്പോൾ നിരാശരാവുകയും ചെയ്യുന്നു. ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പൂർണ്ണമായ വീഴ്ചയല്ല. 2015 ഇതുപോലെ സംഭവിച്ചു. പിന്നീട് 2019 തുടർച്ചയായ 3 സിനിമകൾ പരാജയപ്പെട്ടു. പക്ഷെ ഓരോ തവണ വീഴുമ്പോഴും അദ്ദേഹം കൂടുതൽ കരുത്തോടെ വലിയ ഹിറ്റുകളുമായി തിരിച്ചു വന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ആ പഴയ സൈക്കിളിന്റെ താഴെ തട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ചരിത്രം ആവർത്തിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയണം. നല്ലൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം എന്തൊക്കെ വിസ്മയങ്ങൾ സ്ക്രീനിൽ കാണിക്കുമെന്ന് നമ്മൾ പലതവണ കണ്ടതാണ്. ഈ ഒരു വീഴ്ചയിൽ നിന്ന് ജിത്തു ജോസഫിന്റെ അടുത്ത പടി എന്തായിരിക്കും? നിലവിൽ അദ്ദേഹത്തിന്റെ ലൈനപ്പിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഫാദ് ഫാസിൽ മൂവി. അതിലാണ് സിനിമാ പ്രേമികളുടെ മുഴുവൻ പ്രതീക്ഷയും. പിന്നെ മോഹൻലാലും ഒന്നിച്ചുള്ള പകുതിയോളം ഷൂട്ടിംഗ് കഴിഞ്ഞ റാം എന്ന സിനിമയും ഉണ്ടായിരുന്നെങ്കിലും അത് ഓൾമോസ്റ്റ് ഡ്രോപ്പ് ആയ അവസ്ഥയിലാണ്. നമുക്ക് കാത്തിരുന്നു കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതിൽ ജോർജ് കുട്ടിയുടെ ആക്ഷനുകൾ സ്വാഭാവികമായിരുന്നോ അതോ കൃത്രിമമായിരുന്നോ? മിറാഷ്, വലതുവശത്തെ കള്ളൻ എന്നീ സിനിമകൾ ശരിക്കും മോശമായിരുന്നോ അതോ നമ്മുടെ അമിതമായ പ്രതീക്ഷകളുടെ ഇരയായിരുന്നോ? നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നമുക്കിവിടെ ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഓഫ്.